നമസ്കാരം. അൻവർ വീണ്ടും പുറത്തുവിടൽ ചടങ്ങിൽ പുതിയ ഒരു പുറത്തുവിടൽ കൂടി വിട്ടിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പി ശശി എന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ADGPക്കെതിരെയും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പരാതി, ആ പരാതിയുടെ കോപ്പിയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകം പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് തന്നെയാണ്. അദ്ദേഹം ഒരു ശൃംഗാരവേലനാണത്രേ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായി വരുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ നമ്പർ വാങ്ങി അതിലേക്ക് വിളിക്കുക, ശൃംഗാരത്തിന് വേണ്ടി അവരെ ബന്ധപ്പെടുക എന്നൊക്കെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രധാന പരിപാടി എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്നും വായിച്ചറിയുന്നത്. ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ പരാതിയാണ് നമ്മുടെ അൻവർ പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദ മാഷിന് കൊടുത്തത്. പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം വൻ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അൻവറിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ വാർത്താ മാധ്യമങ്ങൾ, ന്യൂസ് ചാനലുകൾ, സോഷ്യൽ മീഡിയ എല്ലാം അൻവർ എന്തു പറയുന്നു എന്ന് നോക്കി കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞായറാഴ്ച നമ്മുടെ നിലമ്പൂരിലെ ചന്തക്കുന്നിൽ അൻവർ നടത്തിയ മഹാസമ്മേളനത്തിന് ഇത്രയധികം പ്രാധാന്യം ലഭിച്ചത്. ഈ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് പല മാധ്യമങ്ങളും കൊടുത്ത ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ അൻവർ വീഡിയോ വോൾ വയ്ക്കും, അതിലൂടെ ചില വീഡിയോ ക്ലിപ്പുകൾ കാണിക്കും. അതുപോലെ ഇദ്ദേഹം ആരോപിക്കപ്പെടുന്ന പലരെയും കുറിച്ചുള്ള ഓഡിയോ ക്ലിപ്പുകളും വരും. ഇങ്ങനെ ഒരുപാട് കിംവദന്തികൾ പത്രക്കാരും ചാനലുകളും അൻവർ പ്രസംഗിച്ച ചന്തക്കുന്നിൽ നിന്നുകൊണ്ട് വൻതോതിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതെല്ലാം പ്രതീക്ഷിച്ചാണ് ഈ 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന അൻവറിൻ്റെ പ്രസംഗം മലയാളി കേട്ടത്. പക്ഷേ ആ പ്രസംഗത്തിലൊന്നും പുതിയ ഒരു തെളിവുകളോ പുതിയ ഒരു ആരോപണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അൻവർ ഇറക്കിവിട്ട ആരോപണങ്ങളിലൊന്നും വലിയ തെളിവുകളൊന്നും ഇതുവരെ പുറത്തും വന്നില്ല. അതുകൊണ്ട് തന്നെ അൻവർ ഇങ്ങനെ എല്ലാ ദിവസവും പത്രക്കാരെ കണ്ടാലും ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും അൻവറിനുള്ള ഒരു പ്രസക്തി എന്നുള്ളത് വല്ലാത്ത ചോദ്യമാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പാർട്ടി സെക്രട്ടറിക്ക് അൻവർ കൈമാറിയ കത്താണ്. ഏറ്റവും കൂടുതൽ അൻവർ ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചാണ്. അത് കഴിഞ്ഞാൽ വരുന്നു ADGPക്കെതിരെ. പിന്നീട് അൻവറിൻ്റെ ശരങ്ങൾ ഉയരുന്നത് ഷാജൻ സ്കറിയയ്ക്കെതിരെയാണ്. ഷാജൻ സ്കറിയയ്ക്കെതിരെ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജാമ്യം കിട്ടുന്നവരെ മുങ്ങി നടന്നിരുന്നു. ഈ മുങ്ങിയ ഷാജൻ സ്കറിയയെ പൂനെയിലുണ്ട് എന്നുള്ളത് നമ്മുടെ അൻവർ കണ്ടുപിടിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹം ADGPക്ക് വിവരവും കൊടുത്തു. ഈ ADGP ഇത് മണത്തറിഞ്ഞ് ഷാജനോട് പറഞ്ഞ് ഷാജൻ സ്കറിയ അവിടെ നിന്ന് മുങ്ങിയെന്നാണ് അൻവറിൻ്റെ പരാതി. അതുമാത്രമല്ല, എന്നും അൻവർ ഉന്നയിച്ച പോലെ 1.5 കോടി രൂപ ഷാജൻ നമ്മുടെ ADGPക്ക് കൈക്കൂലി കൊടുത്തുവെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും പുതിയ ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുമെന്ന് കരുതി ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ എന്നോർത്ത് ബാക്കിയും കേട്ടു. അൻവർ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും എന്തിന് മലപ്പുറത്തുള്ള സഖാക്കൾ വരെ സംഘികളാണത്രേ. ഇനി നമ്മുടെ ഷാജൻ സ്കറിയയും സംഘിയാണ്. അൻവറിനെതിരെ പറയുന്ന എല്ലാവരും സംഘി. ഈ സംഘികളെല്ലാം കൂടി വന്ന് കേരളത്തിൽ നമുക്കൊന്നും ഒരു രക്ഷയില്ലാത്തത്. അൻവറിനെതിരെ ആരോപണം പറയുന്ന എല്ലാവരെയും സംഘിയാക്കിക്കൊണ്ട് പുതിയ ആരോപണങ്ങളുമായി അൻവർ എത്തിയാൽ ഇതൊന്നും വിലപ്പോവില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടെങ്കിൽ തന്നെയും അതിൽ ഒരു സംഘപരിവാർ രാഷ്ട്രീയം കയറ്റിവെച്ച് അൻവറിന് അധികം കളിക്കുവാനുമാവില്ല. അൻവർ ഇനി എത്ര ദൂരം മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ആരോപണങ്ങളുമായി മാത്രമാണ് അൻവർ ഇനിയും രംഗത്തെത്തുന്നു എന്നുണ്ടെങ്കിൽ അധികം നാൾ ഈ ഒരു തിരികൊളുത്തിയ പടക്കത്തിന് ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കുവാൻ സാധ്യമാവില്ല. എന്തായാലും കേരളത്തിലെ ഈ അൻവർ പരിപാടി എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.